CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസിന് ഇന്നലെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. താരത്തിന്റെ പരിക്കിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റ് ആയി പരിഗണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിന് ശേഷം IM വിജയൻ ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ തോൽവികളെയൊക്കെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് ആയി പരിഗണിക്കുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ വലിയ രീതിയിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന ഒരു റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്നതായിരുന്നു. താരത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, അഥവാ താരത്തിന് അടുത്ത മത്സരമൊന്നും കളിക്കാൻ കഴിയുകയില്ല എന്നതായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും ഒരു സംശയം പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ദിമിത്രിയോസ് കളിക്കുമോ ഇല്ലയോ എന്നതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ രാത്രിയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളടി വീരനായ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസിന് ഗുരുതരമായ പരിക്കുമൊന്നുമല്ല പറ്റിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ താരം തീർച്ചയായിട്ടും ഇറങ്ങുകയില്ല. താരത്തിന്റെ പരിക്കിനോടനുബന്ധിച്ചുകൊണ്ട് താരം ഇന്നത്തെ മത്സരത്തിൽ തീർച്ചയായും ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത ഹൈദരാബാദ് എഫ്സിയുടെ മത്സരത്തിലും താരം ഇറങ്ങുകയില്ല. കാരണം താരത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കാണ്. പക്ഷേ ഹൈദരാബാദ് എഫ്സിയോടുള്ള മത്സരത്തിന് മുമ്പായിട്ട് താരത്തിന്റെ പരിക്ക് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ ഒരു മത്സരത്തിൽ കോച്ച് ഇവാൻ വുക്കോമാനോവിച്ച് ദിമിത്രിയോസ് ഡയമൻഡോസിനോട് റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിലും ദിമിത്രിയോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടുകയില്ല. അപ്പോൾ ഏതായാലും പ്ലേ ഓഫ് ആണ് ഇനി മുന്നിലുള്ളത്. ഏതായാലും പ്ലേ ഓഫിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ദിമിത്രിയോസ് ഡയമൻഡോസ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്ലേ ഓഫിൽ ബൂട്ട് കെട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ദിമിത്രിയോസ് ഡയമൻഡോസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പ്ലേ ഓഫ് കളിക്കും എന്നർത്ഥം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നത് കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിന് ശേഷം പ്രശസ്ത ഫുട്ബോളറായ അഥവാ മലയാളികളുടെ കറുത്ത മുത്തി എന്നൊക്കെ അറിയപ്പെടുന്ന IM വിജയൻ ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ തോൽവികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക കൊച്ചിയിലുള്ള എല്ലാ മത്സരങ്ങളും കാണാൻ വിജയേട്ടൻ എത്താറുണ്ട്. ഏതായാലും ഈ ഒരു കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിന് ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന്. അപ്പോൾ വിജയേട്ടൻ മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഇത്രയും കാണികളൊക്കെ വരുന്നതല്ലേ, ഈ എത്രയെത്ര തോൽവികളാണ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതും കഷ്ടപ്പെട്ട് മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ ഒരുപാട് പേർ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് കളി കാണാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകരോട് ലേശമെങ്കിലും അഥവാ കുറച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് ഒക്കെ നീതി പുലർത്തേണ്ടതാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിനെല്ലാം തന്നെ ടീമിനോടും അഥവാ കളിക്കുന്ന കളിയോടും ഒരു വികാരം വേണ്ടേ. ഇതെന്താണ് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ കുറിച്ചും കൂടാതെ തന്നെ തുടർ തോൽവികളെയൊക്കെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ഒരു ഹാർഡ് കോർ ഫാനായ IM വിജയൻ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ പെപ്രയിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ബൂട്ട് കെട്ടുമോ എന്ന് ഒരുപാട് പേർ കമന്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാനിപ്പോൾ ഒരു ഉത്തരം നൽകുകയാണ്. ഒരു കാരണവശാലും ഈ ഒരു 10ാമത്തെ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനി പെപ്ര കളിക്കുകയില്ല. ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.